ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindiancoastguard.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 14 ജൂലൈ 2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഇനി നമുക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ലിങ്ക് ഈ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ വലത്തേ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് കമാൻഡ് 1/2022 ബാച്ച് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ട് താഴേക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സെലക്ഷൻ പോസ്റ്റ് ഫോർ ആപ്ലിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ താഴേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് കമാൻഡ് ജനറൽ ഡ്യൂട്ടി ആണോ അതോ അസിസ്റ്റൻറ്റ് കമാൻഡ് ടെക്നിക്കൽ ആണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫർമേഷൻ വരുന്നതാണ്. സോ അതിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അഡ്രസ്സ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് മദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ മദേഴ്സ് നെയിം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നൽകുക. അതിനുശേഷം തൊട്ട് താഴെ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കാസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മാരേജൽ സ്റ്റാറ്റസ് ആണ്, അതായത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് ക്ലിക്ക് ചെയ്യുക, അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് ചോദിച്ചിരിക്കുന്നു EWS ആണോ എന്നാണ്, അതായത് എക്കണോമിക് വീക്കർ സെക്ഷൻസ് ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് സ്വിമ്മിങ് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്, അതായത് നാഷണൽ ലെവലിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് നിങ്ങളുടെ ഫാദർ ആരെങ്കിലും യൂണിഫോം സർവീസിൽ, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ യൂണിഫോം സർവീസിലിരിക്കെ മരിച്ചു പോയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫാദർ ഡിഫൻസിൽ നിന്നും റിട്ടയർഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് അഡ്രസ്സാണ് ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇടത്തേ സൈഡിലായിട്ട് സിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റി ഏതാണോ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് തൊട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ടും 4 എക്സാമിനേഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 2 എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. NCCയുടെ C സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേഡുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എൻ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നണ്ണ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ SSB ഇൻ്റർവ്യൂ അല്ലെങ്കിൽ FSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ yes എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ no എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് +2ൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ +2ൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇയർ ഓഫ് പാസിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് ആ ഒരു ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ മാർക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ +2 എക്സാമിനേഷൻ ടോട്ടൽ എത്ര മാർക്സിനായിരുന്നോ ആ ഒരു മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് മാർക്ക് ഒബ്റ്റെയിൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എത്ര മാർക്ക് ലഭിച്ചു എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ BTech ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നിങ്ങൾ എത്ര വർഷത്തെ കോഴ്സാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. BTech ആണെങ്കിൽ നിങ്ങൾ അവിടെ 4 വർഷം ചൂസ് ചെയ്യേണ്ടതാണ്. ഗ്രാജുവേഷൻ ആണെങ്കിൽ 3 വർഷം സെലക്ട് ചെയ്യേണ്ടതാണ്. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ അടുത്തതായിട്ട് എൻ്റർ ചെയ്യേണ്ടത് ഇയർ ഓഫ് പാസിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഇയർ ഏതാണോ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ മാർക്സ് ആണ്. അതുപോലെ തന്നെ ഒബ്റ്റെയിൻഡ് മാർക്സും ചോദിച്ചിട്ടുണ്ട്. ഓരോ വർഷവും നമുക്ക് ലഭിച്ച മാർക്കും അതുപോലെ തന്നെ ടോട്ടൽ മാർക്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷവും ലഭിച്ചിട്ടുള്ള മാർക്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അഗ്രിഗേറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്രിഗേറ്റും നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ PG അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും +2ൽ ലഭിച്ച മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോ 10 KB-ക്കും 40 KB-ക്കും ഇടയിലായിരിക്കേണ്ടതാണ്. സിഗ്നേച്ചർ 10 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കേണ്ടതാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി, നിർബന്ധമായിട്ട് വരുന്നില്ല. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. സോ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലേസ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോഡ് തൊട്ട് താഴെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു പേജിൽ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം മാത്രമേ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാവൂ. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ വാസ് അക്സെപ്റ്റഡ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് പ്രിൻ്റ് ഔട്ട് ആപ്ലിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.